നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. അടിപൊളി സ്റ്റഡി ചലഞ്ച്. നമുക്ക് നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ കിട്ടിയാൽ നമ്മൾ തകർത്ത് പഠിക്കും. സംശയമുണ്ടോ? ഇല്ലല്ലോ. നല്ല സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ കിട്ടത്തില്ല. നല്ലപോലെ പഠിച്ച് മാർക്ക് മേടിക്കുന്നവരും ഒന്നും പഠിക്കാത്തവർക്ക് ഈ സ്റ്റഡി ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാം ഗംഭീരമായിട്ട് ആറാടിയ സ്റ്റഡി ചലഞ്ചാണ് ഇതെല്ലാം. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. ഗ്രീഷ് ഫിസിക്സിൻ്റെ സ്റ്റഡി ചലഞ്ചൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഫിസിക്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ക്ലാസ്സും നോട്ട്സും എല്ലാ വിഷയത്തിനും കിട്ടും. അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. കാരണം നല്ലതാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. നല്ലതാണെങ്കിൽ ഞാൻ ചുമ്മാ ഞാനായിട്ട് പറഞ്ഞ് തള്ളുന്നതല്ല. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കാണാം. ഉറപ്പായിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഇത്രയും വർത്തായിട്ട് തന്നെ അത് കൃത്യമായിട്ട് അവർക്ക് മൂല്യം ഉണ്ടായിട്ടായിരിക്കും അവർ കണ്ടുപഠിച്ച് വളരെ ഈസിയാണ്. നോട്ട്സ് ആയാലും എല്ലാം ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റഡി ചലഞ്ചാണ്. നമുക്ക് കാരണം ഒരു +1 ടൈം ടേബിളിൻ്റെ ഒരു പ്രശ്നം. മാർച്ച് 1 സെക്കൻഡ് ലാംഗ്വേജ്, ഓക്കെ, ഡബിൾ ഓക്കെ. മാർച്ച് 5 ഇംഗ്ലീഷ്, അത് ഡബിൾ ഓക്കെ. മാർച്ച് 7 കെമിസ്ട്രി, അവിടെ ലോക്കായി. ഒറ്റ ദിവസമേ ഉള്ളൂ കെമിസ്ട്രി പഠിക്കാൻ. അന്നേരം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് 23 മുതലുള്ള ടൈം ടേബിളാണ്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കെമിസ്ട്രി നമുക്ക് കയ്യിൽ നിന്ന് പണി പാളും. അന്നേരം അവിടെ ശ്രദ്ധിക്കണം. ഇമ്പ്രൂവ്മെൻറ്റ് പോലും ഇല്ലാത്ത ബാച്ചാണ്, ഫസ്റ്റ് ബാച്ചാണ്. ലാസ്റ്റേ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അത് കാര്യമില്ല. അന്നേരം +1 ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാകുക. സ്റ്റഡി ടൈം ടേബിൾ സിമ്പിൾ. 23 വെള്ളിയാഴ്ച കെമിസ്ട്രി നിങ്ങളൊരു 7 മണിക്കൂർ, 6 മുതൽ 7 മണിക്കൂർ വരെ കെമിസ്ട്രി പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റർ ആദ്യം തന്നെ പഠിച്ച് തീർക്കുക. എന്തായാലും 9 or 10 ചാപ്റ്ററേ ഉള്ളൂ ആകെ. ഇത് സിമ്പിളായിട്ട് തീർക്കാം. 23, 24, 25 പൂർണ്ണമായിട്ടും നിങ്ങൾ കെമിസ്ട്രി പഠിക്കണം. വേറൊരു വിഷയങ്ങളിലേക്കും പോകരുത്. കാരണം 6 ദിവസം മാത്സിനുണ്ട്, 8 ദിവസം ഫിസിക്സിനുമുണ്ട്. അന്നേരം നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നല്ലപോലെ പഠിക്കാൻ ഗ്യാപ്പുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പണിയുണ്ട്. കെമിസ്ട്രി ഇല്ലാത്തതുകൊണ്ട് കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക. 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ വ്യക്തമായിട്ട് പഠിക്കണം. കെമിസ്ട്രി 23, 24, 25, 26 ഒരു 4 മണിക്കൂർ കെമിസ്ട്രി പഠിക്കണം. പിന്നെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കുക. 27 ഇംഗ്ലീഷ് പഠിക്കുക. അത്രയും നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. കാരണം ഇംഗ്ലീഷ് ആയിട്ട് പിന്നെ 3 ദിവസം ഉണ്ട്, ധാരാളം മതി. 28 സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം. മാർച്ച് 1 സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജൊക്കെ നമ്മൾ നിസ്സാരമാക്കും. ഇംഗ്ലീഷൊക്കെ ഭയങ്കര ട്വിസ്റ്റുള്ളവനാണ് കേട്ടോ. 29 സെക്കൻഡ് ലാംഗ്വേജ്. മാർച്ച് 1 പരീക്ഷ. പിന്നെ പൊതുവെ പറഞ്ഞു വന്നാൽ ഫിസിക്സിൻ്റെയും ഒക്കെ ആ സമയത്ത് നമുക്ക് കൃത്യമായി പാഠങ്ങൾ വരെ ഇടാം. മാത്സിനൊക്കെ ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ ദിവസം പഠിക്കണം, ഏത് മണിക്കൂർ, ഇത്ര മണിക്കൂറുകളിൽ ഓരോ മണിക്കൂറുകളും കൃത്യമായിട്ട് നിങ്ങളുടെ സീനിയേഴ്സിന് ഇട്ടേക്കുന്ന പോലെ ഇട്ട് തരും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 23, 24, 25 കെമിസ്ട്രി നിങ്ങൾ മാക്സിമം പഠിച്ചു തീർക്കാൻ നോക്കുക. 26 വരെ നിങ്ങൾക്ക് അത്യാവശ്യം സമയം കിട്ടും. 26 ഒരു ഉച്ചയ്ക്ക് ശേഷവും 27 ഇംഗ്ലീഷ് പഠിക്കുക. 28, 29 പൂർണ്ണമായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. മാർച്ച് 1 നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എഴുതുക. അതിനുശേഷം നമുക്ക് ഓരോ വിഷയങ്ങളുടെയും സെപ്പറേറ്റ് സ്റ്റഡി ടൈം ടേബിൾ വരാം. അന്നേരം ഈ രീതി പഠിച്ചാൽ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. കെമിസ്ട്രി അത്യാവശ്യം പഠിച്ചു എന്നുള്ള സന്തോഷത്തിൽ പഠിക്കുകയും ചെയ്യാം. അന്നേരം എൻ്റെ ബാക്കി ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കിടപ്പുണ്ട്. ബാക്കി സ്റ്റഡി ചലഞ്ച് ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ക്ലാസ്സുകളും കിട്ടും. സൂപ്പറായിട്ടുള്ള ഇപ്പം 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. ഇതെല്ലാം ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും എല്ലാം കിട്ടും. അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് ഞാൻ പറയും. ഉറപ്പായിട്ടും ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ അത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷേ അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് സപ്പോർട്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യുക. അന്നേരം നല്ല മാർക്ക് കിട്ടട്ടെ. സ്റ്റഡി ചലഞ്ച് അനുസരിച്ച് തന്നെ, സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഭാഷ നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.